ഹലോ വസന്തമ്മ, വെൽക്കം ടു VMC മലയാളം. അമ്മ ഈ ആനാപാനസതി ധ്യാനത്തിലേക്ക് VMCയിൽ ചേർന്നിട്ട് അമ്മയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായത്? ധ്യാനം എത്ര സമയം അമ്മ ചെയ്യുന്നു? എത്ര വർഷമായി VMCയിൽ വന്നിട്ട്? കണ്ണൂരിലാണ് ഞാൻ ആദ്യം കണ്ണൂർ വന്നപ്പോൾ ഉള്ള അമ്മയാണ്, ഇന്നും തുടരുന്നത് അമ്മയാണ്. അത് ചെറിയ കാര്യമല്ല. ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അമ്മ ആദ്യത്തെ സ്പീഡ് ഉണ്ടാവില്ല, നിൽക്കാൻ എന്താ വെച്ചാൽ അത്രയും ആചരണം, അത്രയും ശ്രദ്ധ, അത്രയും സമർപ്പണം, വിനയം ഇത് ആവശ്യമാണ്. എന്താ വെച്ചാൽ അത്രയും ശക്തിയുള്ളവർക്ക് ഇതിൽ തുടരാൻ പറ്റൂ. പക്ഷെ അമ്മ അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അതിൽ ഒരുപാട് VMC അഭിമാനിക്കണം. ഐ ലവ് യു അമ്മ. പറയൂ. പ്രപഞ്ചശക്തിക്ക് വിശ്വമഹാശക്തിക്ക് പഞ്ചഭൂതങ്ങൾക്ക് പ്രതിമാതാവിന് ആത്മപ്രണാമം. എൻ്റെ പ്രത്യക്ഷ ഗുരുവായ എൻ്റെ സീമാജിയുടെ പാദം. അയ്യോ, പറയാമാ. ബ്രഹ്മർഷി പിതാമഹ പത്രിജിക്ക് പ്രണാമം, ബുദ്ധ ഭഗവാന് പ്രണാമം, സുഭാഷിക്ക് പ്രണാമം, നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും ആത്മപ്രണാമം. ഞാൻ വന്നിട്ട് കുറച്ചായി, ഏകദേശം 2 വർഷത്തോളമായി. പക്ഷേ എൻ്റെ സഞ്ചിതകർമ്മം വളരെ വലുതായത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ലെവല് അങ്ങ് എത്തിച്ചേരും, എന്തായാലും എത്തിച്ചേരും. ഞാൻ ഇനി അഥവാ ഇല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബോധ്യമായല്ലോ. ഒരുപാട് പിന്നെ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായി. എങ്ങനെ പെരുമാറേണ്ടത് ഉണ്ടായി, സഹജീവികളോട് ഇങ്ങനെ പെരുമാറണം, പിന്നെ നമുക്ക് കിട്ടുന്നതിൽ എന്താണെന്ന് വിചാരിച്ച ഒരു വിഹിതം അത് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിലൂടെ മനസ്സിലായി എനിക്ക്. ഇനി എനിക്ക് സുഖം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് അടുത്ത ജന്മത്തിലെങ്കിലും അത് കിട്ടട്ടെ. അങ്ങനെ തിരിച്ചറിവുകളോട് കൂടി സത്യമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതെ 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 ഒരുപാട് സാധിക്കുന്നുണ്ട്. പിന്നെ വിഷമതകളെല്ലാം ഉണ്ട്, അത് പിന്നെ സഞ്ചിതകർമ്മത്തിന്റെ ഇതല്ലേ, അത് തരാൻ പറ്റൂലെങ്കിൽ ഞാൻ അത് എൻ്റെ എങ്ങനെ ഭഗവാനോടുള്ള അകമഴിഞ്ഞ പിന്നെ പ്രാർത്ഥനയോടുകൂടി എങ്ങനെയും വരും. ഇന്നും ഇന്നലെ വരെ എനിക്ക് പറ്റൂല എന്നുള്ളതില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും എന്നെ പ്രകൃതി കാത്തരുള്ളൂ. അങ്ങനെ ഈശ്വര ഞാൻ സീമാജിയുടെ അടുത്ത് ഞാൻ ഇപ്പൊ കണ്ണൂർ വരുമ്പോഴും അമ്മ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. അത് ചെറിയ ഒരു സന്തോഷമല്ല എനിക്ക് തരുന്നത്, ആത്മാനന്ദം തന്നെയാണ്. എന്ന് വെച്ചാൽ ആദ്യം മുതൽ ആരാണ് ഇതിൽ കണ്ടിന്യൂ ആവണമൊക്കെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ സത്യമാർഗത്തിലെ. അപ്പോൾ എത്ര ശക്തിയുള്ളവരാണ്. ആ ഒരു എന്താ പറയുക, നിശ്ചലമായിട്ട് നിൽക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് സുഹൃതികൾക്ക് മാത്രമേ സത്യമാർഗത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ശാസ്ത്രീയ രഹസ്യമാണ്. അപ്പോൾ അത് അമ്മ ഇങ്ങനെ പറയുമെങ്കിലും അമ്മയുടെ ശക്തി എത്രയാണെന്നുള്ളത് അത് സാധകർക്ക് മനസ്സിലാവും. ഓക്കെ, ശരി. പിന്നെ അമ്മയ്ക്ക് ഈ VMCയിൽ വന്നിട്ട് പറയാനുള്ള കാര്യം എന്താ? അമ്മയിൽ വന്ന മാറ്റങ്ങൾ ഏതെങ്കിലും? അതാ തിരിച്ചറിവുകൾ, ഒരുപാട് തിരിച്ചറിവുകൾ വന്നു. സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി. പിന്നെ എന്ത് വന്നാലും അത് പിന്നെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വന്നു. ഇനിയിപ്പോൾ രോഗം മറ്റെന്ന് വെച്ചാൽ ദൈവത്തിന് വഴി പറയൂ. ഞാൻ എത്രമാത്രം ഇങ്ങനെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു സ്വഭാവമല്ല, എല്ലാവരോടും സ്നേഹത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ഉള്ളിൽ അങ്ങനെ ഒരു. പക്ഷേ മേഡത്തിൻ്റെ എല്ലാം ശിവാജിന്റെ എല്ലാം ചില ഇത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര നിനക്ക് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ വേണ്ടാത്തൊരു ചിന്തകൾ വേണ്ടാത്തൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അപ്പോൾ അത് മുൻജന്മത്തിലുള്ളതായിരിക്കാം, മുൻബന്ധമുള്ളതായിരിക്കാം. അതിപ്പോൾ അംഗീകരിച്ചാൽ അതിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കാൻ, എല്ലാ സഹജീവികളോടും ഇഷ്ടമാണ്. എല്ലാവരും എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള കഴിവ് എനിക്ക് സീമാജി തന്നു. അത് എന്നിലൂടെ പ്രകൃതി പറയുന്നത് അമ്മ കേട്ടു. അതെ അതെ അതെ. അതിപ്പം ഒന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും എനിക്ക് ധ്യാനം കിട്ടല്ല, അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കിട്ടുമായിരിക്കും. അമ്മയിൽ ധ്യാനം സംഭവിക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഈ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, അല്ലേ? അമ്മയ്ക്ക് ആദ്യം ഒരു ഉൾക്കൊള്ളൽ മാത്രമല്ല, ആ ഉൾക്കൊണ്ടതിലൂടെ അമ്മ സഞ്ചരിക്കുന്നുണ്ട്. അമ്മയെ ആർക്കും മാറ്റിമറിക്കാൻ സാധിച്ചിട്ടില്ല. അമ്മ എപ്പോ VMC ഇവിടെ വരുമ്പോഴും അമ്മ എന്നെ തേടി ഓടി വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നിലൂടെ പറയപ്പെട്ട സത്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള സുഹൃതം ചെയ്തിട്ടുണ്ട്. ആ ശക്തിയും സ്ഥിതിയിലും തുടരാൻ കഴിയുന്ന ദിവ്യാത്മാവാണ്. അതുകൊണ്ടാണ് പറയണത് ഇത് ചെറിയ കാര്യമല്ല ഉൾക്കൊള്ളുക. അപ്പൊ കുറച്ചു സമയത്തേക്കല്ല അമ്മ ഉൾക്കൊണ്ടത്, നിത്യം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അത് ധ്യാനം സംഭവിക്കുന്നതിന്റെ മഹാനിദർശനമല്ലേ അമ്മേ? ഇതൊന്നും ചെറിയ കാര്യമല്ല, സൂക്ഷ്മത്തിലാണ് മോക്ഷം എന്ന് പരമഗുരു പറയാറുണ്ട്. അപ്പോൾ മോക്ഷത്തിലേക്കുള്ള ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് തടസ്സമെന്ന് അമ്മ അറിഞ്ഞു തുടങ്ങി. അംഗീകരിക്കാൻ പറ്റി അമ്മയ്ക്ക് സത്യങ്ങളെ, മാറ്റം വരുത്താൻ പറ്റി. ഇപ്പോഴും അമ്മ പറയുന്നത് ധ്യാനമൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല, സംഭവിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ വിടുക അല്ല അമ്മ ചെയ്തത്. ഒരിക്കലുമില്ല.
ഒരിക്കലും അങ്ങനെ വിടുകയില്ല. അത് എനിക്ക് ഞാൻ പ്രകൃതി മാതാവിനോട് ഞാൻ പറയാം, ഈശ്വര എനിക്ക് എൻ്റെ അന്ത്യശ്വാസം വരെ എനിക്ക് ഈ ധ്യാനത്തിൽ ഇരിക്കാനുള്ള കഴിവ് തരണേ ഭഗവാനെ. അതാണ്. അതെ അതെ, ദിവ്യ പ്രാർത്ഥന, വിശേഷ സങ്കല്പമാണത്. അതെ അതെ അതെ. ഭൗതികമായിട്ട് ഉള്ള ഒന്നുമല്ല. ജീവിതാവസാനം വരെ എനിക്ക് അറിയാൻ കഴിയണം, ഈ സത്യത്തിൽ ജീവിക്കാൻ. എന്തിനാണ് ഈ ദേഹം ധരിച്ചത്, ദേഹം ധരിച്ച ശക്തി എന്തിനു വേണ്ടി എന്നുള്ളത്, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള സത്യമാർഗത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അത് ചെറിയ കാര്യം അമ്മ, പവിത്രമായ തിരിച്ചറിവുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ്. മക്കളൊന്നും ഇതിൽ വന്നില്ല, ഇത് വന്നില്ലെങ്കിലും അവന് വെജിറ്റേറിയൻ ആയാൽ മതി എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കുറവെങ്കിലും എന്തെങ്കിലും ഒരു സൂചന അവർക്ക് പ്രകൃതി മാതാവ് കൊടുക്കണേ, നല്ലതായിട്ട് ഒരു തിരിച്ചറിവിനായിട്ട്, തിരിച്ചറിവിനായിട്ട് അത് വരുവായിരിക്കും. എന്താ പറയണ്ടേ, ഞാനുള്ള കടയിൽ നല്ല രീതിയിൽ തന്നെ ഓരോ മക്കളും ഇതിനെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. എന്തുകൊണ്ടാ, അമ്മയെ പോലുള്ള ഒരുപാട് അമ്മമാരുടെ സങ്കല്പം എന്ന് വെച്ചാൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടം വരണമെന്ന് ഒരമ്മയും ചിന്തിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഈ തിരിച്ചറിവ് വേണേനും, എന്നാൽ അവർക്കത് സന്തോഷകരമായിട്ട് സുഖമായിട്ട് തിരിച്ചറിയട്ടെ, അവർക്കൊരു കഷ്ടം വരരുത് എന്നുള്ള പ്രാർത്ഥന അത് അമ്മ കേൾക്കും ഭൂമാതാവ്. എന്നുവെച്ചാൽ അമ്മയെ ദുഃഖിക്കാതിരിക്കേണ്ട ബാധ്യത, കർത്തവ്യം ഭൂമാതാവിന്റെ അല്ലേ. അമ്മ സത്യമാർഗത്തിലുണ്ടാവുമ്പോൾ അമ്മയെ കാത്തുരക്ഷിക്കേണ്ട, അമ്മയെ സന്തോഷിപ്പിക്കേണ്ട ബാധ്യതയും കൂടി ഭൂമാതാവിൻ്റെയാണ്. താങ്ക് യു അമ്മ. അപ്പോൾ എല്ലാവരോടും എന്താ പറയാനുള്ള അമ്മയ്ക്ക്? എല്ലാവരും ഈ ധ്യാനത്തിന് വരിക. ധ്യാനത്തിന് വന്നിട്ടെന്ന് വെച്ചാൽ ആദ്യം ഒന്നും ശരിയാവില്ല, അതൊന്നും കണക്കിലെടുക്കണ്ട. ക്രമേണ എല്ലാം ശരിയാവും. അതെ. ഇനി വെജിറ്റേറിയൻ ആകാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറച്ച് നാളത് സാവധാനം കഴിച്ച് അത് ഇതിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ മനസ്സിലാവും. ധ്യാനത്തിന്റെ അളവ് കൂട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാവരും തിരിച്ചു വരിക, ഇതൊരു ധ്യാന ലോകമായി മാറുക. എല്ലാവർക്കും ഇതിലൂടെയാണ് സഹജീവികളോട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു ഈ പ്രകൃതി മാതാവിന്റെ അനുഗ്രഹം വേണമെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും നിൽക്കണം, തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് നിൽക്കുക. അതെ, എന്ത് തന്നെ വന്നാലും ഇതിൽ നിൽക്കുക പറഞ്ഞ ഈസി അല്ല. അതെ. പക്ഷെ അപ്പോഴും അതെ, ധ്യാനത്തെ വിടാതിരിക്കുക. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ഇതിൽ നിന്ന് ചിലപ്പോ മനസ്സ് ചെയ്യുന്ന മായയിൽ പെട്ട് കുറച്ച് കാലം ധ്യാനത്തിൽ നിന്ന് വിട്ടു നിന്നാലും, അല്ലെങ്കിൽ VMCയിൽ നിന്ന് വിട്ടു നിന്നാലും ഈ ധ്യാനം വിടാതെ പിടിക്കുകയാണെങ്കിൽ സത്യമാർഗത്തിൽ നിന്ന് ദൂരാവില്ല. പ്രകൃതിയുടെ സഹകാരം ലഭിക്കുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങളുണ്ട് സിമാജി, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രകൃതി മാതാവ് തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ഗ്യാസ് ലോൺ ചെയ്തിട്ട് ഒരു പ്രാവശ്യം എല്ലാം അറിയാം, ഗ്യാസ് പിന്നെ പാളിക്കത്തുമ്പോൾ അത് ഓഫാക്കേണ്ടത് എങ്ങനെയാണെന്നല്ല അറിയാം. പക്ഷെ ഒരു വിധത്തിലൊന്നും ചെയ്യാതെ ഇങ്ങനെ കരഞ്ഞു നിന്ന് ദൈവാനുഗ്രഹത്തിൽ എന്താ എങ്ങനെയാണെന്ന് തനിയാണഞ്ഞു. അതെ, അതായത് ശക്തിയല്ലേ, പവർ ഓഫ് മെഡിറ്റേഷൻ. അതെ. ഒരുപാട് കാര്യങ്ങൾ ഈശ്വര, ഒരുപാട് എഴുന്നേക്കാൻ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ സിമാജിയെ കാണാൻ വരുന്ന സമയത്ത് കട്ടിലിൽ ചിലപ്പം ബാക്ക് പെയിൻ ഭയങ്കരമാണ്. കടന്നാൽ 1 മണിക്കൂറുണ്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല. അപ്പോൾ ഇന്ന് പോകാൻ പറ്റൂല എന്ന് വിചാരിക്കും. പിന്നെ എന്തായാലും അപ്പം പ്രകൃതി മാതാവ് എന്നെ സഹായിക്കുന്നത് 100% ഉറപ്പുണ്ടായിരുന്നു ഈശ്വര. അമ്മ സാഹസം ചെയ്ത എന്താ വെച്ചാൽ കൊണ്ടുവന്ന സഞ്ചിത കർമ്മങ്ങളെക്കുറിച്ച് വളരെ അവയർനെസ് ഉണ്ട് അമ്മയ്ക്ക്. പ്രാരാബ്ധത്തിൽ അതിനെ നേരിടാനുള്ള ശക്തി സ്ഥിതി ധ്യാനത്തിലൂടെ അമ്മ ആർജിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും അമ്മയ്ക്ക് സത്യമാർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല. ഒരിക്കലും. അതാ ഞാൻ പറഞ്ഞു, എന്നെ മാറ്റല്ലേ ഭഗവാൻ, എൻ്റെ മനസ്സ് മാറ്റാതിരിക്കണേ ഭഗവാനെ. 10 മിനിറ്റാണെങ്കിൽ 10 മിനിറ്റെങ്കിലും ഇരിക്കും, കുറേ സമയം ഇരിക്കും. കിട്ടിയില്ലെങ്കിൽ ഞാൻ വരിക്കും. അതെന്റെ സഞ്ചിത കർമ്മത്തിന്റെ അളവിൻ്റെതായിരിക്കും. വരട്ടെ. അതെ അതെ, സഹനത്തോടെ അമ്മയ്ക്ക് അത്രയും നേരെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ നടുവേദന കൊണ്ട് ഞാൻ 3 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. ഇടക്ക് ഉച്ചക്ക് ഇരിക്കും, രാത്രി ഇരിക്കും, ചിലപ്പോൾ ഉറങ്ങും. ഞാൻ വിചാരിക്കും ഉറങ്ങിയാൽ ഈശ്വര ഇല്ല, അത് പ്രകൃതി മാതാവിന്റെ ഇതായിരിക്കാം. അതെ, അതുകൊണ്ട് ഉറക്കം കൂടെ ആവശ്യമായിരുന്നു. അതെ. എപ്പ കിട്ടുന്ന ഇല്ലെങ്കിൽ ഈ ഇപ്പം ചെയ്ത് നമ്മൾ അടുത്ത ജന്മത്തിൽ ഉപകരിക്കല്ലോ. അങ്ങനെ അതെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, അതായത് നമ്മൾ ആധ്യാത്മികമായിട്ട് എത്ര വരെയാണ് അഭിവൃദ്ധി സാധിച്ചത്, അടുത്ത ജന്മത്തിൽ അവിടെ നിന്നാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ആവുകയെന്ന്. അപ്പൊ അതിന് ഈ ജന്മത്തിൽ തന്നെ ചെയ്തു വെക്കണ്ടേ അമ്മേ? അപ്പൊ അമ്മയുടെ ഈ നടുവേദനയ്ക്ക് അമ്മ ക്ഷമാപണം ചോദിച്ചിട്ട് ചെയ്യണ്ടോ? ഏതെങ്കിലും ജന്മത്തിൽ അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഈ നടുവിന് സംബന്ധിച്ച വേദനയ്ക്ക് സംബന്ധിച്ചിട്ടുള്ള ഏത് പ്രവൃത്തിയാണോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്, ഏത് ആത്മാക്കൾക്കാണോ അത് നേരിടേണ്ടി വന്നിട്ടുള്ളത്, ആ ദിവ്യാത്മസ്വരൂപരെല്ലാം എന്നോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണേ പൊന്നേന്ന് പറയാ. പിന്നെ നിങ്ങളെല്ലാം എന്നോട് ക്ഷമിച്ചതിന് നന്ദി കേട്ടോ, ഹൃദയം നിറഞ്ഞ നന്ദിയും പറയും. ഈ രണ്ടും പറയട്ടമ്മ, തീർച്ചയായിട്ടും മാറ്റം വരും. താങ്ക് യു അമ്മ. അതെ അമ്മ ഈ VMCയിലൂടെ എന്നിലൂടെ പറയപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആചരിക്കാനും അത് അനുവർത്തിക്കാനും അമ്മ സഹനത്തോടും ശ്രദ്ധയോടും വിനയത്തോടും നന്ദിയോടും ഉള്ളത് കൊണ്ടല്ലേ എനിക്കിത് എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റിയത്.
അപ്പം ഞാനല്ലേ നന്ദി പറയേണ്ടത്? ഞാനാ പറയേണ്ടത് ഭഗവാനെ. പ്രകൃതി മാതാവായ പിന്നെ ശ്രീമാജിയിലൂടെ എനിക്ക് തന്ന കനിവല്ലേ ശരിക്കും. ലവ് യു അമ്മ, ലവ് യു സോ മച്ച് വസന്തമ്മ. താങ്ക് യു. ലവ് യു ലവ് യു. എല്ലാവർക്കും. യെസ്.